മാണിസാറിന് യാത്രാമൊഴി. കൗമുദി പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. കേരള രാഷ്ട്രീയത്തിലെ അതികായൻ KM മാണിക്ക് വിട നൽകി രാഷ്ട്രീയ കേരളം. സംസ്കാര ചടങ്ങുകൾ പാലാ സെന്റ് തോമസ് കത്തീഡ്രൽ പള്ളിയിൽ നടക്കുന്നു. ഭൗതിക ശരീരം വീട്ടിലെ ശുശ്രൂഷകൾക്ക് ശേഷം വിലാപയാത്രയായിട്ടാണ് പള്ളിയിലെത്തിച്ചത്. പ്രിയ നേതാവിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ ആയിരക്കണക്കിന് പ്രവർത്തകർ വിലാപയാത്രയിൽ പള്ളിയിലേക്ക് അനുഗമിച്ചു. പള്ളിയിൽ നടക്കുന്ന അന്ത്യകർമ്മത്തിൽ പങ്കെടുക്കാൻ ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള നേതാക്കൾ എത്തിയിട്ടുണ്ട്. സംസ്ഥാന ബഹുമതികളോടെ സംസ്കാര ചടങ്ങുകൾ നടക്കും. ഇതിനുശേഷം പള്ളി സെമിത്തേരിയിൽ പ്രത്യേകം തയ്യാറാക്കിയ കല്ലറയിൽ സംസ്കരിക്കും. വീട്ടിലെ പൊതുദർശനത്തിന് ശേഷം 3 മണിയോടെ പാലാ കത്തീഡ്രലിൽ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കാൻ തീരുമാനിച്ചിരുന്നെങ്കിലും പ്രിയ നേതാവിനെ കാണാൻ ജനങ്ങൾ ഒഴുകിയെത്തിയതോടെ പൊതുദർശനം അവസാനിക്കാൻ വൈകുകയായിരുന്നു. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ വീട്ടിലെത്തി മാണിസാറിന് അന്തിമോപചാരം അർപ്പിച്ചു. സംസ്കാര ചടങ്ങിന് ശേഷം പാലാ കത്തീഡ്രലിൽ അനുശോചന സമ്മേളനവും നടക്കും. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചൊവ്വാഴ്ച വൈകിട്ടാണ് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ KM മാണി അന്തരിച്ചത്. ആദ്യഘട്ടം കലുഷം. 17ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ആദ്യഘട്ടത്തിൽ പോളിംഗിനിടെ സംഘർഷം രൂക്ഷം. ആന്ധ്രയിലെ അനന്ത്പൂരിൽ തിരഞ്ഞെടുപ്പിനിടെയുണ്ടായ സംഘർഷത്തിൽ 2 പേർ കൊല്ലപ്പെട്ടു. TDP YSR കോൺഗ്രസ് പ്രവർത്തകരാണ് കൊല്ലപ്പെട്ടത്. പ്രവർത്തകർ തമ്മിൽ കല്ലേറും രൂക്ഷം. ബൂത്തുകൾ പിടിച്ചെടുക്കുന്നത് സംബന്ധിച്ച് TDP YSR കോൺഗ്രസ് നടത്തിയ തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. പോളിംഗിനിടയിൽ ആന്ധ്രയിലെ നിരവധി മണ്ഡലങ്ങളും സംഘർഷഭരിതം. ഗുണ്ടൂരിൽ TDP പ്രവർത്തകർ പോളിംഗ് ബൂത്ത് തകർത്തു. വെസ്റ്റ് ഗോദാവരിയിൽ YSR കോൺഗ്രസ് നേതാവിന് കുത്തേറ്റു. അനന്ത്പൂരിൽ പവൻ കല്യാണിന്റെ ജനസേന സ്ഥാനാർത്ഥി മധുസൂദനൻ ഗുപ്ത വോട്ടിംഗ് യന്ത്രം നശിപ്പിച്ചു. വോട്ടിംഗ് യന്ത്രം തകരാറിലായതിൽ പ്രതിഷേധിച്ചായിരുന്നു സ്ഥാനാർത്ഥിയുടെ പ്രകോപനം. ആന്ധ്രാപ്രദേശിലെ പലയിടത്തും വോട്ടിംഗ് മെഷീനുകൾ തകരാറിലായതോടെ 30% ബൂത്തുകളിൽ വീണ്ടും വോട്ടിംഗ് നടത്തണമെന്നാവശ്യപ്പെട്ട് TDP നേതാവ് ചന്ദ്രബാബു റായിഡു രംഗത്ത്. വോട്ടിംഗ് മെഷീനുകൾ ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നില്ലെന്ന് പരാതി. വോട്ടിംഗ് മെഷീൻ തകരാർ കാരണം അനന്ത്പൂർ, ഗുണ്ടൂർ, കടപ്പ, കൂർണൂർ എന്നിവിടങ്ങളിൽ പല ബൂത്തുകളിലും രാവിലെ 9 മണിക്ക് വോട്ടെടുപ്പ് ആരംഭിക്കാൻ സാധിച്ചിരുന്നില്ല. ചൌക്കീദാർ കുടുങ്ങുമോ? പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കുരുക്കായി ലാത്തൂരിലെ പ്രസംഗം. മഹാരാഷ്ട്രയിലെ ലാത്തൂരിൽ മോദി നടത്തിയ പ്രസംഗം പ്രഥമദൃഷ്ട്യാ ചട്ടലംഘനമെന്ന് കണ്ടെത്തൽ. ഉസ്മാനാബാദ് ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസർ മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പ് ഓഫീസർക്ക് നൽകിയ റിപ്പോർട്ടിലാണ് ഇത് സംബന്ധിച്ച പരാമർശം. ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസറുടെ റിപ്പോർട്ടും മോദിയുടെ പ്രസംഗത്തിന്റെ വിശദാംശങ്ങളും കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറി. പുൽവാമയിൽ മരിച്ച ജവാന്മാർക്ക് വോട്ട് ചെയ്യണമെന്നായിരുന്നു മോദിയുടെ ലാത്തൂരിലെ പ്രസംഗം. കന്നി വോട്ടർമാരോടായിരുന്നു മോദിയുടെ ആഹ്വാനം. വ്യോമാക്രമണം നടത്തിയ ധീരരായ സൈനികരുടെ ധൈര്യത്തെ മുൻനിർത്തി വോട്ട് ചെയ്യാൻ തയ്യാറുണ്ടോ എന്നായിരുന്നു കന്നി വോട്ടർമാരോട് പ്രധാനമന്ത്രി ചോദിച്ചത്. പ്രധാനമന്ത്രിക്കെതിരെ നടപടി വേണോ എന്ന് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിക്കും. ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസറുടെ റിപ്പോർട്ടിൽ കണ്ടെത്തലുകളോടെ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ യോജിക്കുകയാണെങ്കിൽ പ്രധാനമന്ത്രിയോട് വിശദീകരണം തേടും. തീരുമാനം ഈ ആഴ്ച തന്നെ ഉണ്ടാകുമെന്ന് റിപ്പോർട്ട്. നേട്ടം കൊയ്ത് നന്ദിലത് ജി-മാർട്ട്. കേരളത്തിലെ എയർ കണ്ടീഷണർ വിപണിയിൽ താരമായി നന്ദിലത് ജി-മാർട്ട്. ജനുവരി മുതൽ ഏപ്രിൽ വരെയുള്ള കാലയളവിൽ നടത്തിയ എയർ കണ്ടീഷൻ വിപണിയിൽ പ്രധാന പങ്കും നന്ദിലത് ജി-മാർട്ട് ഗ്രൂപ്പിനാണ്. വോൾട്ടാസ് എസികളുടെ വിൽപ്പനയിൽ 2018 സൗത്ത് ഇന്ത്യയിൽ 1ാം സ്ഥാനവും ദേശീയ തലത്തിൽ 3ാം സ്ഥാനവും നന്ദിലത് ജി-മാർട്ട് സ്വന്തമാക്കി. കേരളത്തിൽ എവിടെയും ഡെലിവറിയും ഫാസ്റ്റ് ഇൻസ്റ്റലേഷൻ സൗകര്യവും പരിചയസമ്പന്നരായ സെയിൽസ് ടീമിന്റെ സഹായം എന്നിവയിലൂടെ ഉപഭോക്താവിനെ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും നല്ലത് സ്വന്തമാക്കാനുള്ള അവസരം നന്ദിലത് ജി-മാർട്ട് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട്. തിരഞ്ഞെടുത്ത മോഡലുകൾക്ക് വളരെ കുറഞ്ഞ EMI-യിൽ സ്വന്തമാക്കാനുള്ള പലിശരഹിത ഫിനാൻസ് സൗകര്യവും ജി-മാർട്ടിൽ ലഭ്യമാണ്. അസാഞ്ചിന് വിലങ്ങ്. വിക്കിലീക്സ് സ്ഥാപകൻ ജൂലിയൻ അസാഞ്ച് ലണ്ടനിൽ അറസ്റ്റിൽ. ലണ്ടൻ പോലീസ് അസാഞ്ചിനെ അറസ്റ്റ് ചെയ്തത് ഇക്വഡോറിൽ നിന്ന്. അസാഞ്ചയ്ക്ക് നൽകിയിരുന്ന രാഷ്ട്രീയ അഭയം ഇക്വഡോർ പിൻവലിച്ച സാഹചര്യത്തിലാണ് അറസ്റ്റ്. 7 വർഷമായി ലണ്ടനിലെ ഇക്വഡോർ എംബസിയിൽ രാഷ്ട്രീയ അഭയം തേടിയിരിക്കുകയായിരുന്നു അസാഞ്ച്. 2010 അമേരിക്കയുടെ നയതന്ത്ര രേഖകളടക്കം നിരവധി വിവരങ്ങൾ ചോർത്തി വിക്കിലീക്സിൽ പ്രസിദ്ധീകരിച്ചതിന് വർഷങ്ങളായി അറസ്റ്റ് ഭീഷണിയിലായിരുന്നു അസാഞ്ച്. സ്വീഡനിൽ രജിസ്റ്റർ ചെയ്ത 2 ലൈംഗിക അതിക്രമ കേസുകളിൽ ഇന്റർപോൾ നേരത്തെ അസാഞ്ചിനെതിരെ റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. അറസ്റ്റ് നടപടി ഇതിന്റെ അടിസ്ഥാനത്തിൽ. കൗമുദി പ്രൈം ന്യൂസ് സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി 1 മണിക്കൂറിന് ശേഷം സേതുലക്ഷ്മി ചേരും. നമസ്കാരം.